നല്ല നാടൻ ഊണ് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ. സിമ്പിളായിട്ട് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ എന്നും ഉണ്ടാകുന്ന ഒരു നാടൻ ഊണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബീട്രൂട്ട് പച്ചടി വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെച്ചെടുക്കുന്നത്. അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഞാൻ ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. ചിലർ ബീട്രൂട്ട് വേവിച്ചിട്ട് അരച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ കടിക്കാൻ കിട്ടുന്നതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും സവാളയും കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാം. സവാളയും പച്ചമുളകും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വഴന്ന് വരുന്ന സമയത്തേക്ക് ഞാനിവിടെ കുറച്ച് തേങ്ങയിലേക്ക് കുറച്ച് ജീരവും കാണുന്നുണ്ടല്ലോ, കുറച്ച് കടുവും കൂടെ ഇട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങോട്ട് അരയ്ക്കുന്നില്ല, എന്നാലും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് കണ്ടോ, ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മെഴുക്കുവരട്ടിയുടെ ഒക്കെ ഒരു പരുവം. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റുമാണ്. സദ്യയൊക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നല്ല കട്ട തൈര് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ പരിപാടിയാണ്. എന്നിട്ട് ഉപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കൊണ്ടോ നല്ല കളർഫുള്ളായിട്ട് അതും റെഡിയായി. ഇനി ഞാനിവിടെ മുരിങ്ങയില, നല്ല മഴയാണല്ലോ, അപ്പോൾ കാറ്റത്തൊടിഞ്ഞ് വേണം മുരിങ്ങയില. ഒരാഴ്ച മുന്നേ ഞാൻ കുറച്ചെടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ്. അത് ഞാൻ കഴുകി വാരി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിന് അരപ്പിലേക്ക് ഞാനിവിടെ തേങ്ങയും കുറച്ച് പച്ചമുളകും മഞ്ഞളും ഒരു ചെറിയ സവാളയുടെ 2 പീസും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയിലേക്ക് ഈ അരപ്പും കൂടെ ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നല്ല ഇളക്കിയെടുക്കണം. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മുരിങ്ങയില കഴുകുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. പിന്നെ ഇത് വേകുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഇറങ്ങിയും കൂടെ വരുമല്ലോ. ഇനി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുരിങ്ങയില ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി തട്ടിപ്പൊത്തി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുരിങ്ങയില റെഡിയായി കിട്ടും. ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ടാവും. ഞാൻ അരിഞ്ഞിട്ടുമില്ല കേട്ടോ. ചെറിയ നാരൊക്കെ ഉള്ളത് ഇവിടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഒരു നല്ലൊരു മുട്ട ഓംലേറ്റ് അല്ല, ഒരു മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് എന്ന് പറയാം അല്ലേ, നാടൻ സ്റ്റൈലിൽ. അപ്പം അതേ ഞാൻ ചോറ് ഇവിടെ വിളമ്പിട്ടുണ്ട്. ഇന്നലത്തെ സാമ്പാറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല മുട്ട പൊരിച്ചതും ബീട്രൂട്ട് പച്ചടിയും മുരിങ്ങയില തോരനും പിന്നെ മേമ്പൊടിക്കായിട്ട് ഒരു കൊണ്ടാട്ടം മുളകും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുവാണ്. അപ്പോൾ സാധാരണക്കാരുടെ വീട്ടിൽ അപ്പം നല്ല ഒരു കുശാലായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഊണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പം ആഹാ, മനസ്സും നിറയും, നമ്മുടെ വയറും നിറയും.